ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ സ്റ്റൂ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ആദ്യം നമ്മളിതാ ഇതുപോലെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് പെരിഞ്ചീരകം, പട്ട, കരയാമ്പും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് തന്നെ ഒരു പിടി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഇതുപോലെ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉരുളൻകിഴങ്ങും പിന്നെ ഞാൻ ക്യാരറ്റും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ എരിവിന് ആവശ്യത്തിനായി കുരുമുളക് പൊടിയും കൂടി ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് എല്ലാ വെജിറ്റബിൾസിലേക്കും പിടിക്കാൻ വേണ്ടി നന്നായിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കണം. ഇപ്പം ഞാൻ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് തേങ്ങയുടെ 2-ാം പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ 2-ാം പാല് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് പച്ചമുളക് നടുകൂടെ കീറിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. പിന്നെ അതിന് ശേഷം അതിലേക്ക് ഞാൻ ഗ്രീൻ പീസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒരു ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഗ്രീൻ പീസാണ് കേട്ടോ. അപ്പോൾ വേഗം കുക്കായി കിട്ടും. അല്ലെങ്കിൽ കുക്കാവാൻ കുറച്ച് പാടാണ് കേട്ടോ. അതിനാണ് ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വെച്ചത്. ഇനി നമുക്കതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിന് മുകളിലേക്ക് കുറച്ച് ഗരം മസാലയും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് നമുക്ക് ഒന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ. അപ്പം എരിവ് നോക്കിയിട്ട് നമുക്ക് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ഞാൻ ഒന്ന് മിക്സാക്കിയതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 വിസിലൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ചിക്കനും വെജിറ്റബിൾസും ഒക്കെ കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ കുക്കർ തുറന്ന് ഇതുപോലെ 1-ാം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ സ്റ്റൂവിൻ്റെ കളർ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കാഷ്യൂ അരച്ചതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് താളിക്കണം. അപ്പോൾ താളിക്കാനും വേണ്ടിയിട്ട് ഞാൻ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് അതിലേക്ക് 2 വെളുത്തുള്ളി ചതച്ചതും പിന്നെ കുറച്ച് പെരിഞ്ചീരകവും മല്ലിച്ചപ്പും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് താളിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.